ക്ലർക്കൽ പോസ്റ്റുകളിലേക്കും ഓഫീസർ പോസ്റ്റുകളിലേക്കും അവിടെയും വേക്കൻസീസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. സോ ഒറ്റപ്പെടുത്തം മതി നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട്. നമ്മളുടെ ബാങ്കിങ് മേഖലയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ന്യൂസ് ഈ ഇടയ്ക്ക് നമ്മൾ IBPS പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണെന്നല്ലേ? കലണ്ടറാണ്. IBPS ഈ കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ എക്സാമുകളുടെയും ഒരു കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും എന്താണ് പഠിക്കുന്ന? എന്തിനാ? ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജോലി കിട്ടണമെങ്കിൽ വേക്കൻസി വിളിക്കണം അല്ലേ? അപ്പോൾ ബാങ്കിങ് മേഖലയിൽ 2025 IBPS നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ എക്സാമിൻ്റെയും കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ ഞാനിവിടെ പറയാൻ പോകുന്നത്? ഡിഗ്രിയുള്ള തുടക്കക്കാരനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാ? RRB റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള എന്താണ് ഓഫീസ് അസിസ്റ്റന്റ് ക്ലർക്കൽ പോസ്റ്റ്, അതേപോലെ PO ഓഫീസർ പോസ്റ്റ്, അതുകൂടാതെ IBPS PO IBPS ക്ലർക്ക് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളുടെ കലണ്ടറാണ് നമ്മളുടെ IBPS പുറത്തുവിട്ടിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കലണ്ടറിൽ അവരിതാ ആദ്യം തന്നെ നമ്മളുടെ RRBയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? RRB ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് PO ഓഫീസർ സ്കെയിൽ 1, 2, 3. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ 2, 3 ഒക്കെ വരുന്നത്. നമുക്ക് ഓഫീസർ സ്കെയിൽ 1 PO പോസ്റ്റ് ആണ്. പ്രിലിമിനറി എക്സാം നടക്കുന്ന ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡേറ്റ് നോക്കിയാൽ മതി നമുക്ക്. എന്നാണ്? 27/7/2025. അതായത് ജൂലൈ മാസം 25-ാം തീയതി. 27-ാം തീയതിയാണ് പ്രിലിമിനറി നടക്കുക. ബാക്കി നമ്മളുടെ മെയിൻസ് നോക്കാൻ എന്നാണ് 13/9 പിന്നെ നമ്മളുടെ ഓഫീസർ സ്കെയിൽ 2 and 3 മെയിൻസ് 13/9 ഓഫീസ് അസിസ്റ്റന്റ് അപ്പോൾ PO പോസ്റ്റുകളിലേക്കുള്ളതാണ് പറഞ്ഞത്. ഓഫീസ് അസിസ്റ്റന്റ് എന്താണ്? ആഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് പ്രിലിംസ് നടക്കുന്നത്. അതേപോലെ നമ്മളുടെ മെയിൻസിന്റെ ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ്? പ്രൊബേഷണറി ഓഫീസേഴ്സ് IBPS പ്രിലിമിനറി എക്സാം നടക്കുന്നത് എന്താ? ഒക്ടോബർ 4-ാം തീയതിയാണ് പ്രിലിംസ് നടക്കുന്നത്. മെയിൻസിന്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് അവരെന്താണ്? 29/11. സോ ക്ലർക്കൽ പോസ്റ്റുകളിലേക്കുള്ളത് നവംബർ മാസം 22-ാം തീയതിയാണ്. ജനുവരി മാസത്തിലാണ് എന്ത് വരുന്നത്? മെയിൻസ് വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റ് ഏതാ? ജൂലൈ മാസം 27-ാം തീയതി. അതായത് ഇനി നമ്മളുടെ മുന്നിൽ നിങ്ങൾ ജനുവരി ഇപ്പോൾ ഇത്രയ്ക്കായി, ബാക്കി നമ്മളുടെ മുന്നിൽ എത്രയുണ്ട്? ജൂലൈ ഏകദേശം 7-ാം മാസം ഫുള്ളായിട്ട് നമ്മളുടെ മുന്നിലുണ്ട് അല്ലേ? അപ്പോൾ 7 മാസമാണ് നമുക്ക് ആദ്യം വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ധാരാളം സമയമുണ്ട് നമ്മളുടെ മുന്നിൽ. 7 മാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫുൾ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം, എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യാം, സ്പീഡും ആക്യുറസിയും എല്ലാം സെറ്റ് ചെയ്ത് നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാനുള്ള സമയം നമ്മളുടെ മുന്നിലുണ്ട്. വൈകിട്ടില്ല, ഇനിയും വൈകിപ്പിക്കരുത് നിങ്ങൾ പഠനം തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ യാതൊന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ, അതായത് ജസ്റ്റ് ഇപ്പം ഡിഗ്രി പാസ് ഔട്ട് ആയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ. ലാസ്റ്റ് കൊല്ലം പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഡിഗ്രി ഫൈനൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സാം ഏകദേശം മാർച്ച് മെയ് മാസത്തിൽ കംപ്ലീറ്റ് ആയി. 2-3 മാസത്തിനുള്ളിൽ റിസൾട്ട് വരും. നമുക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. എന്തായിരിക്കും? ആ പീരീഡിലേ വരുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ എന്താണ്? നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെ ഉള്ള സമയമാവുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ടും വരും. അപ്പം നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സ്റ്റുഡൻസും എന്ത് ചെയ്യാം? ഒരു സൈഡിൽ കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. 2025, 2026 കാലഘട്ടത്തിൽ നല്ല രീതിയിൽ വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ്സ് ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വേക്കൻസി ഫില്ല് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷനിൽ വേക്കൻസീസിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു വൻ അവസരമാണ്. ഓക്കെ, ഈ അവസരം എല്ലാവരും എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. എങ്ങനെയാണ്? ഒരുപാട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുടെ മുന്നിൽ ഒരുപാട് ടൈമുണ്ട്. 7 മാസത്തിലേറെ സമയമുണ്ട്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സിലബസ് കവർ ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ച് എക്സാമിന് എഴുതാനുള്ള ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, ഇനിയുള്ള ഒരു കാറ്റഗറി ആൾക്കാർ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കഴിഞ്ഞ വട്ടത്തെ RRB എക്സാം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മെയിൻസ് ക്രാക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മെയിൻസ് ക്രാക്ക് ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ജോലി കിട്ടാത്തവരുണ്ടാവും. പ്രിലിംസ് ഒരു 0.25 നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? പുറത്ത് പോയിട്ടുണ്ടാവും. സെയിം IBPS ക്ലർക്ക് ചിലപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്തിട്ടുണ്ടാവില്ല, മെയിൻസ് ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവും, റിസൾട്ട് വെയിറ്റിംഗ് ആയിരിക്കും.
പിഒന്റെ കേസും അതേപോലെ തന്നെ മെയിൻസ് ക്രാക്ക് ചെയ്ത് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരെല്ലാവരും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ പോയത് 0.25 ഒരുപാട് ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്തള്ളിയിട്ടുണ്ട്. പ്രിലിമിനറി പാസ്സായി മെയിൻസ് ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ടും നിങ്ങൾ റൈറ്റ് ട്രാക്കിലായതുകൊണ്ടുമാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്ത് മെയിൻസ് എഴുതിയത്. നിസ്സാര മാർക്കിനായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. അങ്ങനെയുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വേറെ പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് മെയിൻസിനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ മെയിൻസിന് മാത്രമുള്ള കോച്ചിങ് എടുത്ത് നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോവുക. നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള എന്ത് ചെയ്യുക, മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. നമ്മളുടെ പഠനം എവിടെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയത്, ഏതൊരു പോയിന്റിലാണ് നിങ്ങൾ വീണ് പോയത്, ജനറൽ അവയർനെസ് ആണോ, QA ആണോ, അതേപോലെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവാണ്ടാണോ, അത് നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനു വേണ്ടി നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, SBA ക്ലർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, SBA PO അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് അവിടെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല, നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടിൻ്റെ പരമാവധി ഇട്ടു, സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ലെങ്കിൽ നിസ്സാര മാർക്കിനാണ് നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാതെ പോയത്, മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പോയത്. പേടിക്കേണ്ട, ആ പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് RRB POയും RRB ഓഫീസ് അസിസ്റ്റൻറ്റും വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് IBPS POയും IBPS ക്ലർക്കും വരുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ആവില്ല. എല്ലാവർക്കും SBA POയും SBA ക്ലർക്കും കിട്ടട്ടെ. ഇൻ കേസ് അവിടെ ഫെയിലായി പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു പഠനം ഇവിടെ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും നമ്മളുടെ എന്താണ്, നമുക്കൊരു ബാക്കപ്പ് ഉണ്ട്, ധൈര്യമായിട്ടിരുന്ന് പഠിച്ചോ. ഈ ഒരു 1 ഇയറിൽ നമുക്ക് അത്രയ്ക്കധികം വേക്കൻസിയാണ് വരുന്നത്. കൂടാതെ ഇത് ഞാൻ പറഞ്ഞത് എന്താണ്, IBPSന്റെ കാര്യമാണ്, RRBയുടെ കാര്യമാണ്. വീണ്ടും അടുത്ത കൊല്ലം എന്ത് വിളിക്കും, SBA POയും SBA ക്ലർക്കും വരും. അതുകൂടാതെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. അതായത് കാനറ ബാങ്ക് കോഴ്സുകളായിട്ട് POസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ്, ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതേപോലെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കരൂർ വൈശ്യ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളെല്ലാം ഡയറക്റ്റ് ക്ലർക്കിയൽ പോസ്റ്റുകളിലേക്കും ഓഫീസർ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സിലബസ് എന്താണ്, സെയിം ആണ്. അപ്പം ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ അവിടെയുണ്ട്. കൂടാതെ നമ്മളുടെ ഇൻഷുറൻസ് മേഖലയിൽ എന്തുണ്ട്, വേക്കൻസീസ് വരുന്നുണ്ട്. ക്ലർക്കിയൽ പോസ്റ്റുകളിലേക്കും ഓഫീസർ പോസ്റ്റുകളിലേക്കും അവിടെയും വേക്കൻസീസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. സോ ഒറ്റപ്പെടുത്തം മതി നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മളായാലും ചോദിക്കുമ്പോൾ നമുക്ക് ഇനി പറ്റുന്നില്ല സാർ, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു, ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല. അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ 100 പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വേക്കൻസിയിലേക്കാണ് മത്സരം നടക്കുന്നത്. നിങ്ങൾക്ക് 99 പേരും ഔട്ടായി എന്നല്ല, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചവനെ ജോലി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ബാക്കിയുള്ള 99 പേര് മോശക്കാരല്ല. ചിലപ്പോൾ 2ാം സ്ഥാനത്ത് വന്ന ആൾക്ക് 0.1 വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. എവിടെയോ ഒരു ചെറിയ കെയർലെസ് മിസ്റ്റേക്കാണ്. അതാണ് കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ. നമ്മൾ ആ ഒരു നിമിഷ നേരം, ഒരു സെക്കൻഡ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയൊരു പിഴവിലായിരിക്കാം നമ്മളുടെ ജോലി നഷ്ടപ്പെടുന്നത്. അപ്പം അത് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, നമ്മളുടെ മിസ്റ്റേക്ക്, നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്, സക്സസ്, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, സക്സസ് എന്ത് ചെയ്യാം, നിങ്ങളെ സൊസൈറ്റിയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാണ്. പക്ഷെ നമ്മളുടെ ഫെയിലിയർ എന്താണ്, നമുക്ക് സ്വയം നമ്മളെ മനസ്സിലാക്കാനുള്ളതാണ് നമ്മളുടെ ഫെയിലിയേഴ്സ്. ഒരുപാട് ഫെയിലിയേഴ്സിനെ ചവിട്ടുപടിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സക്സസ്സിലെത്താനായിട്ട്. വൺസ് നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, നിങ്ങളൊരു റോൾ മോഡലായി, നിങ്ങളൊരു പ്രചോദനമായി, നിങ്ങൾ എല്ലാവരിലേക്കും എന്താണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ ഫെയിലിയേഴ്സിൽ നിന്നാണ്. ഒരു തോൽവിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, നമ്മളുടെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസിൽ സക്സസ്ഫുൾ ആവാൻ പറ്റാതിരുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്.
നിങ്ങൾ കുറച്ച് എന്ത് കാണിക്കുക, ക്ഷമ കാണിക്കുക, പേഷ്യൻസ് കാണിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ ഇപ്പം നിങ്ങൾ ഏതാണ് ഒരുവിധം സക്സസ്ഫുൾ ആവുന്നതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഈ മൊമെൻറ്റിൽ നിങ്ങൾ നിർത്തി നിങ്ങൾ വേറൊരു ജോലിക്ക് പോവുകയാണ്, ഒരു പ്രൈവറ്റ് ജോലിക്ക് പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം ഉണ്ടാവുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ആലോചിക്കുക, ഒരു 6-7 മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എക്സാംസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടാം. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾറെഡി നമുക്ക് ചെയ്തിട്ട് കിട്ടാത്ത കുറച്ച് ആൾക്കാർക്ക് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി ഒന്നും ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആൾക്കാർ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നേന്ന് തുടങ്ങിക്കോ. ഒന്നും അറിയാത്ത ഒരാൾ ഒന്നേന്ന് തുടങ്ങുക. സ്റ്റാർട്ട് ഫ്രം അല്ലേ, ബേസിൽ നിന്നും തുടങ്ങാം. ബേസിൽ നിന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മളുടെ മുന്നിൽ 7 മാസത്തിലേറെയുണ്ട് പ്രിലിമിനറി എക്സാമിനേഷന്. മെയിൻസിന് പിന്നെയും സമയമുണ്ട്. അപ്പം നല്ല തറവായിട്ട് ഫുൾ സിലബസ് കവർ ചെയ്യുക. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിങ് ആയാലും GI ആയാലും ഇംഗ്ലീഷ് ആയാലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ സിലബസ് കവർ ചെയ്യാനുള്ള സമയം നമ്മളുടെ മുന്നിലുണ്ട്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയും വൈകാൻ പാടില്ല. നിങ്ങളുടെ ലക്ഷ്യം ഒരു ഗവൺമെൻറ് ജോലി, ഒരു ബാങ്കിങ് മേഖലയിൽ, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു ജോലിയാണ് നിങ്ങൾ ലക്ഷ്യം കാണുന്നതെങ്കിൽ, നിങ്ങളതാണ് എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇനി ഒട്ടും വൈകാൻ പാടില്ല. ഇതേപോലത്തെ ഒരു അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇനി ലഭിക്കില്ല. ഇത്രയും മുന്നേ IBPS പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നോട്ടിഫിക്കേഷൻ ഞങ്ങൾ വിളിക്കും. വിത്ത് ഡേറ്റ് ആണ്, എക്സാം നടക്കുന്ന ദിവസങ്ങൾ അടക്കമാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, കലണ്ടർ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നോട്ടിഫിക്കേഷൻ വരും, 100% അത് ഉറപ്പാണ്. ഇനി നോട്ടിഫിക്കേഷൻ വിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവരിത് പുറത്ത് വിടില്ല. കാരണം എന്താ, മുൻകൂട്ടി അറിയിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടും എത്ര വേക്കൻസി എന്നൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുമാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ഓൾറെഡി എക്സാം സെൻറ്റേഴ്സ് വരെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഡേറ്റിലേക്ക്. അപ്പോൾ അത്രയും പ്ലാൻഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ കലണ്ടർ ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ കലണ്ടറിനെ കുറിച്ചോ അപ്കമിങ് എക്സാംസിനെ കുറിച്ചോ പിന്നെ നമ്മളുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 7736122215 എന്നുള്ള നമ്പർ നമ്മളെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മളെ കൗൺസിലിംഗ് ടീമിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, നമ്മളത് വിനിയോഗിക്കണം. ഇനി ഓൾറെഡി ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവസാന നിമിഷം മനസ്സ് മടുത്ത് നിർത്തി പോവരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, അവരിപ്പോൾ ആസ്വദിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, സക്സസ് ആയിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ഒരു കുറച്ച് കാലഘട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ദിവസം എന്തായാലും വന്നു ചേരും. ഇപ്പോൾ കസിൻസിൻ്റെ നിങ്ങൾ ചിലപ്പോൾ കുറേ പരിപാടികൾ മിസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാവരും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നവരാണ്. നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ വൺസ് നിങ്ങൾ സക്സസ്ഫുള്ളായി നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. അത് സ്വപ്നം കാണാം. അത് സ്വപ്നം കണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. അപ്പോൾ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇനിയും വൈകിട്ടില്ല, ഇനിയും വൈകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.